യെസ്, നമുക്ക് കഴിഞ്ഞ ആഴ്ച കുറേയധികം പുതിയ മൂവി ട്രെയിലേഴ്സ് നമുക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നു. കുറേ പുതിയ സിനിമ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. കുറേ പുതിയ റൂമേഴ്സും ലീക്സും എല്ലാം നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. സോ ഇതിൻ്റെയൊക്കെ ഒരു റൗണ്ട് അപ്പ് ആണ് ഈ ആഴ്ചയിൽ നമുക്ക് ലഭിച്ചതിൻ്റെ ഒരു റൗണ്ട് അപ്പ് ആണ് നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ എൻ്റെ പേര് ഹരികൃഷ്ണൻ. ഞാൻ കൂടുതൽ സമയമൊന്നും നിങ്ങളുടെ കളയുന്നില്ല, നേരെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. സോ സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു സൂപ്പർമാൻ്റെ ഒരു ഒഫീഷ്യൽ ട്രെയിലർ നമുക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നു. യെസ്, ആദ്യം നമുക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്ന ടീസർ ആയിരുന്നു. ഇപ്പോഴാണ് നമുക്കൊരു ഫൈനലി ഒരു ഒഫീഷ്യൽ ട്രെയിലർ നമുക്ക് ജെയിംസ് ഗണ്ണിൻ്റെ ഭാഗത്ത് നമുക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. നിങ്ങൾ ഓരോരുത്തരും കണ്ടു കഴിഞ്ഞു എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നമ്മൾ അതിൻ്റെ റിയാക്ഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് റിയാക്ഷൻ്റെ കാര്യം പറഞ്ഞപ്പോൾ തന്നെ മാർവലിൻ്റെ ഭാഗത്ത് നമുക്കൊരു ട്രെയിലർ അന്ന് തന്നെ നമുക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നു. മറ്റൊന്നുമല്ല, അയൺ ഹാർട്ടിൻ്റെ തന്നെയായിരുന്നു. പക്ഷേ എനിക്കത് അത്രയ്ക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നിയില്ല. അതുകൊണ്ട് മാത്രമാണ് നമ്മൾ അതിനെക്കുറിച്ച് പ്രത്യേകിച്ച് ഒരു വീഡിയോ ചെയ്യാതെ പോയിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഓർത്തിരിക്കണം, അയൺ ഹാർട്ടും ഇറങ്ങുന്നുണ്ട് മാർവലിൻ്റെ ഭാഗത്തു നിന്ന് തന്നെ. ആൻഡ് റീസെൻ്റ്ലി നമ്മൾ ആക്ച്വലി മിഷൻ ഇമ്പോസിബിളിൻ്റെ ലാസ്റ്റത്തെ സിനിമയായിട്ടുള്ള ഫൈനൽ റെക്കറിങ് ഇറങ്ങിയേക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഒരു ഇൻ്റർവ്യൂവിനകത്ത് ടോം ക്രൂസിൻ്റെ അടുത്ത് എന്നിട്ട് പല ഫാൻസും ഇനി എന്താണ് അടുത്ത പരിപാടി എന്നൊക്കെ ചോദിച്ചാൽ പുള്ളിക്കാരൻ പറഞ്ഞത് എന്താണെന്ന് ചോദിച്ചാൽ, എനിക്ക് 100 വയസ്സായാലും ഞാൻ സിനിമ പിടിച്ചോണ്ടിരിക്കും, ഐ വിൽ നെവർ സ്റ്റോപ്പ് എന്നാണ് പുള്ളിക്കാരൻ പറയുന്നത്. അത് നല്ല കാര്യം തന്നെയാണ്. നമുക്ക് ഇനിയും കൂടുതലും മിഷൻ ഇമ്പോസിബിളിൻ്റെ പല പാർട്സൊക്കെ നമുക്ക് പുള്ളിക്കാരൻ്റെ 90-ാം വയസ്സിലും 100-ാം വയസ്സിലും ഒക്കെ ലഭിക്കട്ടെ എന്ന് നമുക്ക് എന്താണെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. സോ ഏതൊരു DC ഫാൻസും വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു സിനിമ തന്നെയാണ് മാറ്റ് റീവ്സിൻ്റെ ബാറ്റ്മാൻ്റെ 2ാമത്തെ പാർട്ട്. യെസ്, നമുക്കറിയാം ഇടയ്ക്ക് കുറേ ക്ലാഷസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. കാരണം ഫിലിം എപ്പോൾ ഷൂട്ട് ചെയ്യും അങ്ങനെയുള്ള കുറേ കാര്യത്തിൻ്റെ ഒരു ഐഡിയ നമുക്ക് കിട്ടിയിട്ടില്ലായിരുന്നു. പക്ഷേ റീസെൻ്റ്ലി നമുക്ക് ജെയിംസ് ഗണ്ണിൻ്റെ ഭാഗത്തു നിന്നാണ് നമുക്കൊരു ഐഡിയ നമുക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. കാരണം കറൻ്റ്ലി നമ്മൾ നോക്കിയാൽ മാറ്റ് റീവ്സിൻ്റെ കുറേയധികം പേഴ്സണൽ ആയിട്ടുള്ള കുറേ ഇഷ്യൂസൊക്കെ നടന്നുകൊണ്ടിരിക്കുക തന്നെയാണ്. അതുകൊണ്ട് മാത്രമാണ് അവർ സത്യം തന്നെ ഈ ഒരു ഫിലിമിൻ്റെ ഷൂട്ടിംഗ് കാര്യങ്ങളെല്ലാം ഡിലേ ചെയ്യുന്നത്. പക്ഷെ അത് താമസിക്കാതെ തന്നെ മാറും. അതിനുശേഷം അവർ വീണ്ടും ബാക്ക് ഓൺ ട്രാക്കിലേക്ക് വരുമെന്നുള്ളൊരു കാര്യം തന്നെയാണ് ജെയിംസ് ഗണ്ണിൻ്റെ ഭാഗത്ത് നമുക്ക് ഈ ഒരു അപ്ഡേറ്റ് നമുക്ക് ലഭിച്ചിട്ടുള്ളത് തന്നെ. അത് പറയുമ്പോൾ തന്നെ ഡൂംസ്ഡേയുടെ ചെറിയൊരു അപ്ഡേറ്റ് നമ്മുടെ ക്യാപ്റ്റൻ, നമ്മുടെ പുതിയ സാമിൻ്റെ ഭാഗത്ത് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ആൻഡ് സാം ഫാൽക്കൺ ക്യാപ്റ്റൻ അമേരിക്ക പറയുന്നത് എന്താണെന്ന് പറഞ്ഞാൽ, ഡൂംസ്ഡേക്ക് പുള്ളിക്കാരൻ്റെ കയ്യിൽ ഒരു ടീം ഉണ്ടാകും. പുള്ളിക്കാരൻ സ്വന്തമായിട്ട് വന്നിട്ട് പറയും അവഞ്ചേഴ്സ് അസംബിൾ, അല്ല ന്യൂ അവഞ്ചേഴ്സ് അസംബിൾ എന്നൊക്കെ പറയും എന്നൊക്കെ നമുക്ക് കേട്ടിട്ട് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ആൻഡ് അതിന് വേണ്ടിയിട്ടുള്ളൊരു ടീം പുള്ളിക്കാരൻ ഓഫ് സ്ക്രീനിലായിരിക്കും റിക്രൂട്ട് ചെയ്യാൻ പോകുന്നത്. ഡൂംസ്ഡേയിലേക്ക് നമ്മൾ എത്തുമ്പോൾ പുള്ളിക്കാരൻ്റെ ടീമായിട്ട് വരുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞേക്കണം. ആര് വന്നാലും ഇല്ലെങ്കിലും ഞാൻ ഇത്രേ പറയുള്ളൂ, ആ ബോബിനെ മാത്രം കൊണ്ടുവന്നാൽ മതി. അവർക്ക് 99% പവർ ന്യൂ അവഞ്ചേഴ്സിൻ്റെ അതിലാണ്. സോ റീസെൻ്റ്ലി മാർവലിൻ്റെ TV സീരീസിൻ്റെ ഒരു ഇവൻറ്റ് സംഭവിച്ചിട്ടുണ്ടായിരുന്നു. ആൻഡ് ആ ഇവൻറ്റിനകത്ത് കുറേയധികം ഇനി മാർവൽ ടെലിവിഷനകത്ത് വരാൻ പോകുന്ന പലയധികം സീരീസുകളായിട്ടുള്ള വണ്ടർമാന് ആൻഡ് നമ്മുടെ ഡെയർഡെവിളിൻ്റെ സീസൺ 2ൻ്റെ റിന്യൂ ചെയ്ത കാര്യങ്ങൾ, ഇതിനെക്കുറിച്ചെല്ലാം അവർ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ നമുക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്ന മറ്റൊരു വലിയൊരു അപ്ഡേറ്റ് എന്താണെന്ന് ചോദിച്ചാൽ മറ്റൊന്നുമല്ല, നമ്മുടെ നെറ്റ്ഫ്ലിക്സിനകത്ത് ഉണ്ടായിരുന്ന മറ്റൊരു സീരീസ് തന്നെയായിരുന്നു ജെസിക്ക ജോൺസ്. എന്താണെങ്കിലും ഒഫീഷ്യലി അവർ കൺഫേം ചെയ്തിട്ടുണ്ട്. സോ നമുക്ക് അടുത്ത് തന്നെ പ്രതീക്ഷിക്കാവുന്ന തന്നെയാണ്. ഡെയർഡെവിളിൻ്റെ സീസൺ 2 വരുന്നതിൻ്റെ കൂടെ തന്നെ ജെസിക്ക ജോൺസ് നമുക്ക് എന്താണെങ്കിലും ലഭിക്കുന്നത് തന്നെയാണ്. സോ ജെസിക്ക ജോൺസ് വന്നതുകൊണ്ട് തന്നെ നമുക്ക് എന്താണെങ്കിലും പ്രതീക്ഷിക്കാം. താമസിക്കാതെ തന്നെ ലൂക്ക് കേജ് ആണെങ്കിലും അയൺ ഹാർട്ട്, പിന്നെ ഇവിടത്തേക്ക് മറ്റേ അയൺ ഹാർട്ട് അല്ലല്ലോ, അയൺ ഹാർട്ട് മറ്റത്. സോ ഇത് പിന്നെ ഇവിടുത്തെ ടീമായിട്ടുള്ള ഡിഫൻഡേഴ്സ്, ഇതിൻ്റെയൊക്കെ നമുക്കൊരു സീരീസ് കിട്ടുമെന്ന് നമുക്ക് എന്താണെങ്കിൽ നമുക്ക് പ്രതീക്ഷിക്കാം. നിങ്ങൾ എക്സൈറ്റഡ് ആണോ? നമുക്ക് മറ്റൊരു അപ്ഡേറ്റ് നമുക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്ന ജെയിംസ് ഗണ്ണിൻ്റെ ഭാഗത്തും തന്നെയാണ്. കാരണം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ജെയിംസ് ഗണ്ണിൻ്റെ അടുത്ത് ഇറങ്ങാൻ പോകുന്ന സിനിമയാണ് സൂപ്പർമാൻ. അത് റിലീസ് ആയിട്ടില്ല. പക്ഷെ അത് റിലീസ് ആകുന്നതിന് മുമ്പ് തന്നെ ജെയിംസ് ഗൺ ഒരു സീക്രട്ട് പ്രൊജക്റ്റിന് വേണ്ടിയിട്ടുള്ള റൈറ്റിംഗ് സ്റ്റാർട്ട് ചെയ്തു എന്നാണ് നമുക്ക് ഈ ഒരു അപ്ഡേറ്റ് കൂടി നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞേക്കണേ. പുള്ളി ഇതുവരെ മെൻഷൻ ചെയ്തിട്ടില്ല. പുള്ളി കുറേ കാര്യങ്ങൾ ടീസ് ചെയ്തിട്ടുണ്ട്, അത്രയേ ഉള്ളൂ. പക്ഷെ എന്തായിരിക്കും ഈ ഒരു സീക്രട്ട് പ്രൊജക്റ്റ്? ഇനിയിപ്പോൾ പുതിയ വല്ല ജസ്റ്റിസ് ലീഗ് അവർ ബിൽഡ് ചെയ്യാൻ പോകുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങൾ, നിങ്ങൾക്ക് എന്ത് തോന്നുന്നു എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നത് തന്നെയാണ്. ആൻഡ് അത് പറയുമ്പോൾ തന്നെ വുമൺ ഓഫ് ടുമാറോ സൂപ്പർ ഗേളിൻ്റെ ഫിലിമിൻ്റെ ഷൂട്ടിംഗ് കഴിഞ്ഞു എന്നുള്ളൊരു അപ്ഡേറ്റും കൂടി നമുക്ക് എന്താണെങ്കിൽ നമുക്ക് ലഭിച്ചിട്ടുള്ളത് തന്നെയാണ്. ഇനി നമുക്ക് നേരെ നമ്മുടെ ക്രിസ്റ്റഫർ നോളൻ്റെ ബ്രഹ്മാണ്ഡമായിട്ട് ഇനി വരാൻ പോകുന്ന സിനിമയായിട്ടുള്ള ഓഡിസിയെ കുറിച്ചിട്ടുള്ള പുതിയ അപ്ഡേറ്റ് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഇത്തവണ ലഭിച്ചിട്ടുള്ള അപ്ഡേറ്റ് എന്താണെന്ന് ചോദിച്ചാൽ, ഓഡിസി സിനിമ സ്റ്റാർട്ടിങ് മുതൽ എൻഡിങ് വരെ അവരെ ഷൂട്ട് ചെയ്യാൻ പോകുന്നത് ഐമാക്സ് ക്യാമറ ഉപയോഗിച്ചുകൊണ്ടായിരിക്കും എന്നാണ് നമുക്കിപ്പോൾ കിട്ടിയിട്ടുള്ള അപ്ഡേറ്റ്. അതെന്ന് പറഞ്ഞാൽ വേൾഡിലെ തന്നെ ആദ്യത്തെ സിനിമയായി ഇത് മാറുകയും ചെയ്യും. അതായത് ഫുള്ളി ഐമാക്സിൽ ഷൂട്ട് ചെയ്തിട്ടുള്ളൊരു സിനിമ. കാരണം യെസ്, നമ്മൾ ഇതിനു മുമ്പ് ഐമാക്സ് സിനിമകളെല്ലാം കണ്ടിട്ടുണ്ട്. പക്ഷെ അത് ചില സീക്വൻസുകൾ മാത്രമാണ് അവർ ഐമാക്സിൽ ഷൂട്ട് ചെയ്യാറുള്ളത്. എല്ലാം മൊത്തത്തോടെ ആരും ഐമാക്സ് ഇതുവരെ ഷൂട്ട് ചെയ്തിട്ടില്ല. ആ ഒരു റെക്കോർഡും കൂടി ഈ ഒരു ഓഡിസി സിനിമയ്ക്ക് ലഭിക്കുന്നത് തന്നെയായിരിക്കും. അതായത് സ്റ്റാർട്ടിങ് മുതൽ എൻഡിങ് വരെ ഈ ഒരു സിനിമ മൊത്തത്തോടെ ഐമാക്സ്
മാക്സിലായിരിക്കും ഷൂട്ട് ചെയ്യാൻ പോകുന്നത്. പിന്നെ ഞാൻ നേരത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവർ വേറെ കുറേ വെറൈറ്റി ടെക്നോളജീസ് എല്ലാം ഈ ഒരു സിനിമയ്ക്കകത്ത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നുണ്ട്. സോ നമുക്ക് പ്രതീക്ഷിക്കാം നല്ലൊരു സിനിമയായിരിക്കും. കാരണം ക്രിസ്റ്റോഫർ നോളൻ ഇതുവരെ ആരെയും ഡിസപ്പോയിൻറ്റ് ചെയ്യിച്ചിട്ടില്ല. സോ നമുക്ക് വേറെ നല്ലൊരു ഇൻറ്റർസ്റ്റെല്ലാർ പോലെ അല്ലെങ്കിൽ ഇൻസെപ്ഷൻ പോലത്തെ ഒരു സിനിമ കിട്ടട്ടെ എന്ന് തന്നെ നമുക്ക് ഓരോരുത്തർക്കും പ്രതീക്ഷിക്കാം. സോ ഇനി നമുക്ക് നേരെ കുറേയധികം പിഞ്ച് ഓഫ് സോൾട്ട് റൂമേഴ്സ് ടെറിട്ടറിയിലേക്ക് നമുക്ക് പോകാം. കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് തന്നെ ഇത് വിശ്വസിക്കാൻ പറ്റില്ലായിരുന്നു ഈ ഒരു റൂമർ ഞാൻ കേട്ടപ്പോൾ തന്നെ. അതെന്ന് പറഞ്ഞാൽ ഇനി വരാൻ പോകുന്ന എക്സ്മാൻ സിനിമയ്ക്കകത്ത് മാർവൽ മാഗ്നെറ്റോ ആയിട്ട് ഉദ്ദേശിക്കുന്ന മറ്റാരെയുമല്ല ഡെൻസൽ വാഷിംഗ്ടൺ തന്നെയാണെന്നുള്ളൊരു റൂമറാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. ഇത് കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും പുള്ളിക്കാരെ ബ്ലാക്ക് പാൻഡർ ആയിട്ട് കാസ്റ്റ് ചെയ്യാൻ വെച്ചുകൊണ്ടിരിക്കുമായിരുന്നില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ അതുമുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് തന്നെ ഞാൻ പറയും എനിക്കിതെന്താണെങ്കിൽ വിശ്വസിക്കാൻ എനിക്ക് പറ്റിയിട്ടില്ല. പക്ഷേ ഈ ഒരു റൂമേഴ്സ് ഇപ്പോൾ ഇൻ്റർനെറ്റിൽ പരന്നുകൊണ്ടിരിക്കുക തന്നെയാണ്. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു ഡെൻസൽ വാഷിംഗ്ടൺ മാഗ്നെറ്റോ ആകുന്നതിൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് പങ്കുവെക്കാവുന്നത് തന്നെയാണ്. ഇനി നമുക്ക് നേരെ നമ്മുടെ സോണിയുടെ ബ്രാൻഡ് ന്യൂ ഡേ, അതായത് സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂ ഡേയെ കുറിച്ച് കുറേ പുതിയ അപ്ഡേറ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. എടുത്ത് പറയേണ്ടത് തന്നെയെന്ന് പറഞ്ഞാൽ സേഡി സിംഗിൻ്റെ ക്യാരക്ടറിനെ അവർ ഓൾറെഡി ഇതിനകത്ത് കൺഫേം ചെയ്തിട്ടുണ്ട്. ആൻഡ് പുള്ളിക്കാരൻ്റെ ക്യാരക്ടറിനെ കുറിച്ച് കുറേയധികം സ്പെക്കുലേഷനും കാര്യങ്ങളെല്ലാം വരുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞേക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മേഡേ പാർക്കറിൻ്റെ ക്യാരക്ടർ ആയിരിക്കും സേഡി സിംഗ് ഇതിനകത്ത് ചെയ്യാൻ പോകുന്നത് എന്നുള്ളൊരു അപ്ഡേറ്റ് ആണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. ആൻഡ് ആരാണ് മേഡേ പാർക്കർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്പൈഡർമാൻ്റെ മകളാണ് മേഡേ പാർക്കർ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ടോം ഹോളണ്ടും സിന്ധ്യയും അങ്ങനെയൊന്നും ചെയ്തിട്ടില്ലല്ലോ എന്ന് വിചാരിക്കുകയാണെങ്കിൽ അവിടെയാണ് നമ്മുടെ മൾട്ടിവേഴ്സ് വരാൻ പോകുന്നത്. കാരണം നമ്മൾ മൾട്ടിവേഴ്സ് എടുത്ത് നോക്കുകയാണെങ്കിൽ ആൻഡ്രൂ ഇപ്പോഴും സിംഗിളാണ്. ടോം ഹോളണ്ടിൻ്റെ റിലേഷൻഷിപ്പ് എങ്ങനെയാണ് പോകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ഈ സ്പൈഡർ വേഴ്സിനകത്ത് ആ കൂടി ഫാമിലി ഉണ്ടാകാൻ സാധ്യത ആർക്കാണ് ഉള്ളത്? അത് നമ്മുടെ ടോബി അണ്ണന് മാത്രമാണ്. സോ മിക്കവാറും ടോബി അണ്ണൻ്റെ മകളായിട്ടായിരിക്കും സേഡി സിംഗിൻ്റെ ഈ മേഡേ പാർക്കർ വരുന്നതെന്നുള്ള ചെറിയൊരു റൂമേഴ്സ് നമുക്ക് കേൾക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ഞാൻ മേഡേ പാർക്കർ വന്നില്ലെങ്കിൽ ടോബി അണ്ണൻ വരുന്നത് കാണാൻ എനിക്ക് നല്ല രീതിയിൽ തന്നെ ഞാൻ എക്സൈറ്റഡ് തന്നെയാണ്. സോ അതുപോലെ തന്നെ സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂ ഡേ സിനിമ ഡയറക്റ്റ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഷാങ്ഷിയുടെ ഡയറക്ടർ തന്നെയാണ്. ആൻഡ് പുള്ളിക്കാരൻ റീസെൻ്റ്ലി ഒരു ഇൻ്റർവ്യൂവിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഷാങ്ഷിക്കകത്ത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്ന ആ ഒരു ഹാൻഡ് ടു ഹാൻഡ് കോമ്പാക്ട് ആക്ഷൻ സീക്വൻസും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്ന അതേ കോറിയോഗ്രാഫേഴ്സിനെ തന്നെയായിരിക്കും അവർ ഈ ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ടും കൊണ്ടുവരാൻ പോകുന്നത് എന്നുള്ളൊരു അപ്ഡേറ്റ് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ആൻഡ് അതുപോലെ തന്നെ ഈ ഒരു സിനിമയ്ക്കകത്ത് മിക്കവാറും മിസ്റ്റർ നെഗറ്റീവിനെ നമുക്ക് കാണാൻ സാധിക്കുന്നത് തന്നെയാണ്. ആൻഡ് നമുക്ക് കുറേയധികം രീതിയിൽ ജാപ്പനീസ് കണക്ഷൻസും ഈ ഒരു സിനിമയ്ക്കകത്ത് നമുക്ക് ലഭിക്കാൻ സാധ്യത വളരെ കൂടുതൽ തന്നെയാണ്. അതായത് സാമുറൈസ് ആണെങ്കിലും കാര്യങ്ങൾ സ്പൈഡർമാൻ സോൾ ഫൈറ്റിന് പോകില്ല എന്നുള്ളൊരു കാര്യം നമുക്ക് കണ്ടുകഴിഞ്ഞാലേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. പക്ഷെ എന്താണെങ്കിലും ആക്ഷൻ കോറിയോഗ്രാഫി അവർ പൊളിക്കും എന്നുള്ളൊരു കാര്യത്തിൽ പ്രത്യേകിച്ച് ഒരു ഡൗട്ടും ഇല്ല. കാരണം ഷാങ്ചി സിനിമയുടെ ആക്ഷൻ കോറിയോഗ്രാഫി വേറെ ലെവലായിരുന്നു. ഇനി നമുക്ക് നേരെ നമ്മുടെ ഡോക്ടർ ഡൂമിൻ്റെ ഡൂംസ്ഡേ സിനിമയെ കുറിച്ചിട്ടുള്ള അപ്ഡേറ്റിലേക്ക് നമുക്ക് കിടക്കാം. റീസെൻ്റ്ലി ഇൻസ്റ്റാഗ്രാമിലൊക്കെ നമ്മുടെ RDJ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. പുള്ളിക്കാരൻ ആ ഒരു മസിലൊക്കെ കാണിച്ചുകൊണ്ട് ഫ്ലെക്സ് ചെയ്തുകൊണ്ട് ഹോക്കയുടെ ബുക്ക് വായിക്കുന്ന ഒരു കാര്യം. ഈ ഒരു ഫോട്ടോയിലേക്ക് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ നമുക്കൊരു കാര്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇത് സത്യം പറഞ്ഞാൽ ഡോക്ടർ ഡൂമിൻ്റെ ആ ഒരു ആർമറിൻ്റെ അകത്തുള്ള, കാരണം അതൊരു മസിൽ സ്യൂട്ടാണ്, അതിൻ്റെ അകത്തുള്ള ആ ഒരു ഇതാണ് നമുക്ക് കാണാൻ കഴിയുന്നതെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് തന്നെ. ആൻഡ് അത് കൂടാതെ നമ്മൾ ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ RDJയുടെ മുഖത്ത് കുറേയധികം ഡോട്ട്സ് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. അത് സത്യം പറഞ്ഞാൽ മോഷൻ ക്യാപ്ചർ ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ഉദ്ദേശിക്കുന്ന ഡോട്ട്സ് ആണ്. അതെന്തായിരിക്കുക എന്ന് വെച്ചാൽ മേ ബി ചിലപ്പോൾ അയൺമാൻ്റെ മാസ്ക് പോലെ ഇതിനകത്തും ഡോക്ടർ ഡൂമിൻ്റെ മാസ്ക് അവർ മൊത്തത്തോടെ CGIയിലും VFXലും ആയിരിക്കും അവർ ക്രിയേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഒന്ന് അതായിരിക്കാം. രണ്ടാമത്തെ കാര്യം പുള്ളിക്കാരൻ്റെ ബാറ്റിൽ സ്കാർസ് കാണിക്കാൻ വേണ്ടിയിട്ടായിരിക്കാം ആ ഒരു മോഷൻ ക്യാപ്ചർ ചെയ്യുന്നത്. സോ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? പുള്ളിക്കാരൻ ഈ ഒരു പുതിയ ടീസ് ഇമേജ് കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? നിങ്ങൾക്ക് എങ്ങനത്തെ ഡോക്ടർ ഡൂമിൻ്റെ ലുക്കാണ് നിങ്ങൾക്ക് കാണാൻ ഇഷ്ടം? അത് കോമിക് ബുക്ക് ആക്യുറേറ്റ് തന്നെ ആയിരിക്കണോ അതോ MCUയിൽ വരുമ്പോൾ കുറച്ചുകൂടി ഇംപ്രവൈസ് ചെയ്തിട്ടുള്ളൊരു ലുക്ക് കാണാനാണോ നിങ്ങൾക്ക് ഇഷ്ടം? ഞാൻ പറയുകയാണെങ്കിൽ മാസ്ക് എന്താ പറയണ്ടത്, ആ ഒരു ഒറിജിനൽ മാസ്ക് ആക്കുന്നതായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. CGIയും VFXും അത്രയ്ക്ക് നല്ലതായിരിക്കും എന്ന് എനിക്ക് പേഴ്സണലി എനിക്ക് തോന്നിയിട്ടില്ല. ആൻഡ് അത് പറയുമ്പോൾ തന്നെ ഡൂംസ്ഡേയിൽ നമുക്ക് മറ്റൊരു അപ്ഡേറ്റും കൂടി നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അതെന്തായെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മിക്കവാറും ഈ ഒരു സിനിമയ്ക്കകത്ത് നമുക്ക് അവഞ്ചേഴ്സ് VS എക്സ്മാൻ ഫൈറ്റ് നമുക്ക് കാണാൻ സാധിക്കുന്നു എന്നുള്ളൊരു കാര്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. കാരണം കുറേയധികം റീഷൂട്ട് കാര്യങ്ങളും ഷൂട്ടിങ്ങിൻ്റെ കൂടെ തന്നെ അവർ സംഭവിക്കുന്നുണ്ടോ എന്നുള്ളൊരു കാര്യത്തിൻ്റെ ഒരു അപ്ഡേറ്റ് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. സോ മോസ്റ്റ് പ്രോബബിളി നമുക്കൊരു ഓൾട്ടർനേറ്റീവ് യൂണിവേഴ്സിനകത്തുള്ള അവഞ്ചേഴ്സും അതുകൂടാതെ എക്സ്മാനും തമ്മിട്ടുള്ളൊരു ക്ലാഷ് നമുക്ക് കാണാൻ കഴിയുന്നത് തന്നെയായിരിക്കും. ആൻഡ് ഈ പറയുന്ന ഫൈറ്റിനകത്ത് എക്സ്മാൻ മൊത്തത്തോടെ അവരുടെ ഒറിജിനൽ കോസ്റ്റ്യൂം ആയിരിക്കും ഇടാൻ പോകുന്നത്. അതായത് കോമിക് ബുക്ക് ആക്യുറേറ്റ് ആയിട്ടുള്ളൊരു കോസ്റ്റ്യൂം ആയിരിക്കും അവർ ഇടാൻ പോകുന്നത് എന്നുള്ളൊരു അപ്ഡേറ്റും കൂടി നമുക്ക് ലഭിച്ചിട്ടുണ്ട്. യെസ്, സോ ഇത്രയും കാര്യങ്ങൾ തന്നെയാണ് നമുക്ക് ഈ ആഴ്ചയുള്ള ന്യൂസിൽ എനിക്ക് നിങ്ങളായിട്ട് പങ്കുവയ്ക്കാനുള്ളൊരു കാര്യം തന്നെ. നിങ്ങൾ ഇതിനകത്ത് ഏത് ന്യൂസിന് വേണ്ടിയിട്ടായിരുന്നു നിങ്ങൾ എക്സൈറ്റഡ് ആയിട്ടുണ്ടായിരുന്നു എന്നുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാവുന്നത് തന്നെയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ചെയ്യാം. പിന്നെ നമ്മുടെ 100K ഗോളിലേക്ക് നമ്മുടെ ഫാമിലി എത്തിക്കണം. അത് നിങ്ങൾ ഓരോരുത്തരും കൂടി വിചാരിക്കണം, ഞാൻ മാത്രം വിചാരിച്ചിട്ട് നടക്കില്ല. കാരണം എന്നാൽ മാത്രമേ നമ്മുടെ ആ ഒരു ഫാമിലി ആ ഒരു സൂപ്പർ സ്ട്രോങ്
പ്ലാറ്റ്ഫോമിൽ നമുക്ക് എത്തിക്കാൻ സാധിക്കുള്ളൂ. സോ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം നിങ്ങൾ അറിഞ്ഞ് ചെയ്യുക, നിങ്ങൾ ചെയ്യുമെന്ന് തന്നെ എനിക്കറിയാം. സോ വൺസ് അഗൈൻ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ ഗൈസ്. സ്റ്റേ സേഫ് ഗൈസ്, സ്റ്റേ awesome. See you guys next episode.